പലരുടെയും വീഡിയോസ് ആണെങ്കിൽ ഒത്തിരി നാളായി ഞാനിപ്പോൾ കണ്ടിട്ട്. എന്നാലും അവരൊക്കെ ആണെങ്കിൽ ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. അതിന് തിരക്കായതുകൊണ്ടാണ് നിങ്ങളുടെ ഒന്നും വീഡിയോസൊന്നും കാണാൻ പറ്റാതിരുന്നത്. കാരണം എന്താ, മമ്മിയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ തിരക്കായിരിക്കും. അതാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ച് സഹകരിച്ച് അപ്പം ഞങ്ങൾ പെട്ടെന്ന് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും മമ്മിയും കൂടെ ഉള്ള വ്ലോഗായത് കേട്ടോ. കൊഞ്ചാണെങ്കിലേ നന്നാക്കാൻ അറിയാൻ വയ്യാത്തൊരു ഒത്തിരിയും പേരുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഇതെങ്ങനെയാണ് പൊളിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മീഡിയം സൈസ് കൊഞ്ചല്ലേ, മീഡിയം സൈസ്. അപ്പോൾ ഇതാണെങ്കിൽ ആദ്യം തന്നെ കണ്ട അതിൻ്റെ ആണെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഒരു ഇത് കണ്ട തോടാണെങ്കിൽ തോട് ഉരിച്ചിട്ട് ഇതിൻ്റെ പുറത്തൊരു തൊലിയുണ്ട്. തൊലിയും പോട്ട് നാര്, ആ നാരെടുത്ത് ഇങ്ങനെ കളയണം. അത് അതാണെങ്കിൽ പിന്നെ കട്ട വയറിന് വേദന ചിലത് തല പിടിക്കുമ്പോഴേ അത് ആ നാര് പോകും. ആ തല പറിക്കുന്നതിൻ്റെ അനുസരിച്ചിരിക്കും തല പോകുന്നത്, നാര് പോകുന്നത്. ഞാനാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണേ. അപ്പോൾ ആണെങ്കിൽ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. പിന്നെ അത് വെള്ളത്തിലെടുത്തിട്ടിട്ട് ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാനിത് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തിട്ടിരുന്നത്. അപ്പോൾ മമ്മി എന്നെ കുറഞ്ഞിട്ട് അത് മാറ്റി എത്ര പ്രാവശ്യം ഇത് ആ വെള്ളം കളഞ്ഞു? 2 പ്രാവശ്യം അത് വെള്ളം കളഞ്ഞിട്ട് പിന്നെ 3ാമത്തെ വെള്ളം ഇത്. അപ്പോൾ ആ വെള്ളം അല്ലെങ്കിൽ ഇതിങ്ങനെ തെന്നി ഇരിക്കും അല്ലേ, തെന്നി ഇരിക്കും. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്ക് ചിലപ്പോൾ ഇതൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനെ പിന്നെ മീനൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞ് 2ാമത്തെ വെള്ളം എടുത്താലും കുഴപ്പമില്ല അല്ലേ അമ്മേ? ഇല്ല. അപ്പോൾ അങ്ങനെ 2ാമത്തെ വെള്ളം എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നാക്കട്ടെ. ഇത്ര നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ മമ്മി പറഞ്ഞു ഇതാണെങ്കിൽ ആദ്യം റോസ്റ്റ് വെക്കാമെന്നായിരുന്നു, പക്ഷേ ഇറച്ചിക്കറി പോലെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വെക്കാൻ സമയമാകുമ്പോഴത്തേന് എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ കാണാം കേട്ടോ. ഏവലേ അമ്മച്ചി എന്തെടുക്കുക മക്കളെ? അമ്മച്ചിയും മോനും കൂടാണ് ഇന്ന്. ചെമ്മീനാണെങ്കിൽ ഏബലിനെ ചെമ്മീൻ ഇഷ്ടമാണോ? അപ്പോൾ മമ്മിയാണോ ചെയ്യേണ്ടത് ഇന്ന് കറി വെക്കേണ്ടത്, അത് അമ്മച്ചിയാണോ? അതിനാടാ അമ്മച്ചി ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആണോ? അപ്പോൾ എന്നെ അയ്യോടാ വലിയ ഇനിയിപ്പോൾ കാണാൻ പിന്നെ കിട്ടിയില്ലെങ്കിൽ. ഏവലിനെ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, TV കാണാനാണ് ഇഷ്ടം. കുഞ്ഞിനെ കാണാനോ? ഉച്ച കഴിഞ്ഞിട്ട്. ഇതെന്നെ ഉടുപ്പയിലൊക്കെ എന്നാ പറ്റി? എടാ നീ കട്ടിലിൻ്റെ അടി വല്ലതും കയറിയോടാ ഏബലെ? പിന്നെ എങ്ങനെ നിന്റെ ഉടുപ്പയിൽ അഴുക്ക് വന്നേ? കുളിച്ചാൽ മതി കേട്ടോ. എടാ ഏബലെ, നമുക്ക് അമ്മച്ചിയുടെ തല അങ്ങ് ഡൈ അടിച്ചാലോ? അങ്ങോട്ട് നോക്കിക്കേ, അമ്മച്ചിയുടെ തല നോക്കിക്കേ, നമുക്ക് ഡൈ അടിപ്പിച്ചാലോ? നീ ബ്ലാക്ക് ആക്കിയാലോ അമ്മച്ചിയുടെ തല? നീ പിടിച്ചു തരുമോ? എഞ്ചു എന്ത് ചെയ്യും? എഞ്ചു കഴിച്ചില്ലല്ലോ. എഞ്ചുനാണിത് കേട്ടോ. ദോശയും കുഞ്ഞപ്പവും പിന്നെ അതുപോലെ തന്നെ തക്കാളി ചട്ടിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെന്തോ ഇതിൻ്റെ അടപ്പ? വേണ്ട ഇങ്ങോട്ട് വന്നേ. നീ പറയുന്നത് ഇതിനകത്ത് കേൾക്കാൻ പറ്റും കേട്ടോ. എഞ്ചുവിൻ്റെ ഇതുവരെ ആണെങ്കിൽ അവൾ കഴിച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും കഴിച്ചു, അവൾ താമസിച്ച് എണീച്ചു. അത് കാരണം കൊണ്ട് ഇതേണ്ട എഞ്ചുവിൻ്റെ ദോശയും ചട്നിയൊക്കെ ഇട്ടിരിപ്പുണ്ട്.
ഇഷ്ടപ്പെട്ടോ അമ്മ ഇവരുടെ വീഡിയോ? കൊള്ളാം. അജുസ് വേൾഡ് കേട്ടോ. കൊഞ്ച് ചിക്കൻ കറിയുടെ ടേസ്റ്റ് വെക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളത് അല്ലാതെ മാറ്റി. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ ആണെങ്കിൽ കൊഞ്ച് തീയലാക്കാമെന്ന് മമ്മി പറഞ്ഞു. അപ്പോൾ കൊഞ്ച് തീയലിൽ വെക്കാമെന്ന് വിചാരിച്ച് തേങ്ങ തേണ്ട് വറുത്തോണ്ട്. ഈ തേങ്ങ മാത്രമല്ലേ? തേങ്ങ മാത്രം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇച്ചിരി മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് വറുത്തെടുത്തിട്ട് ഇച്ചിരി 1/2 സ്പൂൺ ജീരകം, 4 വെളുത്തുള്ളി, ഇത് 6 ഇട്ട അരച്ചെടുക്കുക. ഓക്കെ. എന്താ ഇട്ടേ? 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ ഇട്ടേ അല്ലേ? 1 സ്പൂൺ. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി. 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മതി. ഇതാണെങ്കിൽ ഇതുണ്ട്. തേങ്ങയാണെങ്കിൽ വറുത്തു ബ്രൗൺ കളറായിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. മമ്മിക്കാണെങ്കിൽ മൈക്കൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. മമ്മി മൈക്കൊക്കെ കുത്തി വെച്ചിട്ടാണ് വർത്താനം പറയുന്നത്. പാചകം കൊഞ്ച് തീയൽ മമ്മിക്ക് ഇഷ്ടമാണോ? കൊഞ്ച് കഴിച്ചിട്ടില്ല? എഞ്ചി ഇവിടെ ഉണ്ട്. എഞ്ചി അവിടെ നിന്ന മോനെ അപ്പുറത്തോട്ട് നിൽക്കുക. അവിടോട്ട് നിൽക്കുക. എഞ്ചുവിൻ്റെ മുടിയാണെങ്കിൽ ഇങ്ങനെ കെട്ടുന്ന ഇഷ്ടമാണെന്ന് പറയണേ. ഞാൻ എപ്പോഴും എഞ്ചുവിനോട് പറയും ഇങ്ങനെ മുടി കെട്ടണം. മഞ്ഞപ്പൊടി അപ്പം മൂപ്പിക്കണ്ടായിരുന്നു. ഇവിടെ ചെമ്മീനാണെങ്കിൽ അത് പറഞ്ഞില്ലല്ലോ. ചെമ്മീനാണെങ്കിൽ പിന്നെ പുളിയുടെ വെള്ളം അല്ലേ, പുളിവെള്ളം കഴുകിയതും ഉപ്പും കൂടി ഇട്ട് വെച്ചേക്കാം. അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ മാറാം. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇത് വിധി ചെയ്യണ്ട കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഏബലും ഏഞ്ചലും സൗമ്യയും സാധാനും എല്ലാം കൂടെ ആണെങ്കിൽ കിളികില വർത്താനം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സൗണ്ട് വരുന്നത്. ഗരം മസാലപ്പൊടി, കായപ്പൊടി, അത് നമ്മൾ ചേർക്കാതെ ഗരം മസാല നമ്മളെല്ലാം കൂടെ അടപ്പ വെക്കുമ്പോൾ അതൊക്കെ ഇട്ടാൽ മതി. വേറൊരു പാത്രത്തിലേക്ക് വെക്കാമായിരുന്നു, ചൂടാറാനല്ലേ? അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് ചിലപ്പം ചൂടാറിയില്ല. അപ്പോൾ ഇതാണെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ ഇവിടെ ചൂടാറാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. ആ സമയത്ത് സവാള, ചെറുള്ളി ആണെങ്കിൽ പകരം സവാള എടുത്തേക്കുന്നത്. ചോപ്പറാണോ നോക്കുന്നത്? ചോപ്പർ എടുത്ത് തരാം. അപ്പോൾ ഇതാണെങ്കിൽ ഉള്ളിയാണെങ്കിൽ ചോപ്പറിലിട്ട് അടിച്ചെടുക്കും അല്ലേ അമ്മേ? ചോപ്പർ ഇല്ലാത്തവരാണെങ്കിൽ ഇതിന് നിർബന്ധമില്ല, അരിഞ്ഞെടുത്താലും മതി. ചെറുള്ളി എടുക്കുവാണെങ്കിൽ അതാണ് തീയലിനൊക്കെ ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ചെറുള്ളിയാണ് അല്ലേ അമ്മേ? ചെറുള്ളി വിഷയം ഉണ്ട്, ഇരിപ്പുണ്ട്. ചെറുള്ളി പൊളിക്കാൻ മടിയായത് കൊണ്ട് ഞങ്ങൾ സവാള എടുത്തിരിക്കുന്നു. അതാണ് സത്യാവസ്ഥ. അതായത് നോക്കണമല്ലേ, സവാളയിൽ കൊണ്ട് ഒരുപാട് എടുക്കരുത്, കാരണം മധുരിക്കും. അമ്മി ചെയ്യണോ? ഞാൻ ചെയ്തു തരണോ? അപ്പം ഇത് ചോപ്പറിലാണെങ്കിൽ ചോപ്പറി അടിച്ചെടുക്കുമ്പോൾ എളുപ്പമാണ്. അങ്ങനെ വെച്ചാൽ മതി, ഞാൻ ഇത് ചെയ്തോളാം. മമ്മി ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ. അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക അല്ലേ? തെറ്റുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൊള്ളാൻ പഠിക്കുകയാണല്ലോ, പഠിച്ചില്ല. അത് ഇന്ന തെറ്റുണ്ടെന്നും കാണിക്കണം. ഇതെന്താ പുളിവെള്ളമോ? അത് പുളിവെള്ളം. പുളിയാണെങ്കിൽ ഉപ്പും ചേർത്ത് പുളിവെള്ളം ആവശ്യത്തിന് എടുത്ത് ഇട്ട് വെച്ചേക്കാണ്. വാളംപുളിയല്ല തീയലിന് ചേർത്തേക്കുന്നത്, പിന്നെ തോട്ടുപുളിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ വാളംപുളിയല്ലേ ഇടുന്നത്. വേണ്ട, ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കുന്ന കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ആദ്യം എണ്ണ ഒഴിച്ച് അതിന് ചൂടായി വരുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് എൻ്റെ സൗകര്യത്തിൽ ഞാൻ ചെയ്തു. അത്രേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. ഇതിപ്പം എന്താ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീയലിന് നമ്മൾ തേങ്ങ വറുത്ത പാത്രം, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ, അല്ലേ മേ? ആ പാത്രത്തിൽ തന്നെയാകുമ്പോൾ കുഴപ്പമില്ല. പുളിവെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പിടരുത്. പുളിവെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പിടരുത്. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഉണ്ട്. അത് കാരണം കൊണ്ട് ഉപ്പിനി അധികം വേണ്ട. ഈ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒന്ന് അടച്ചു വെച്ചില്ലായിരുന്നു, മറന്നുപോയി. നമ്മുടെ ചെടികളെല്ലാം തന്നെ ഈ ഒരു പരുവായി പൊട്ടിക്കളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, ഇതിനകത്തിന് വെള്ളം ഒഴിക്കണം. ഞങ്ങളുടെ ഒരു കോഴിക്കുട്ടൻ ഇട്ടിരിക്കുന്നു. ഇത് വെച്ച് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതന്നെ സ്പൂൺ ഇവിടെ കിടക്കുന്നു. രാവിലെ ബിസ്ക്കറ്റ് എടുത്തതാണോ? ബിസ്ക്കറ്റ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് വേണം അല്ലേ. എണ്ണയുള്ളതുകൊണ്ട് പിന്നെ ഈ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് അടിക്കൊന്നും പിടിക്കത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ അടിക്ക് പിടിക്കത്തില്ല. ഒരു വശം തരി. ഇനി അതന്നല്ലേ അടിക്ക് പിടിക്കുമെന്ന് പറയുന്നത്? അല്ല അല്ല, ഒരു വശം മാത്രം ഒരുങ്ങും അല്ലേ? എന്താണ്? ചെമ്മീൻ കഴിയണം. ഞാനാണെങ്കിൽ ചെമ്മീൻ കഴുകിയിട്ട് വരാം. എന്നാൽ പിന്നെ അത് അരയ്ക്കുമ്പോഴത്തേന് ഞാൻ കഴുകിത്തരാം. ചൂടായതുകൊണ്ട് അങ്ങ് പരവേശം എടുക്കുന്നു. വെള്ളം കുടിക്കാൻ തോന്നുന്നു. കുഞ്ഞ് ശരിക്കിങ്ങനെ വിടർത്തി ഇവിടെ ആണെങ്കിൽ ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ ആണെങ്കിൽ വറുത്തത് നമ്മൾ അതിനകത്ത് പൊടികളൊക്കെ ചേർത്തായിരുന്നല്ലോ, അതാണെങ്കിൽ അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ജീരകം കൂടെ ഒരു നുള്ളു ജീരകം, ചെറിയ ജീരകമില്ലേ, അതുകൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് അരച്ച് തന്നെ മിക്സിയിൽ തന്നെ വെച്ചേക്കാണ്. ഇതിനി നമുക്ക് ചേർത്ത് നല്ലതായിട്ട് അരയാണ് കേട്ടോ. ഇതെന്ത് തമ്മേ? ഉലുവാപ്പൊടി. നമ്മളാണെങ്കിൽ ഈ ഒരു സവാളയും തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, അത് പറയാൻ മറന്നുപോയി അല്ലേ. കായപ്പൊടി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആണെങ്കിൽ നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും മതി. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേന് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത് ഫുൾ പാചകം മമ്മിജി വകയാണ്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യലാമേ. ഒന്ന് അരച്ച് ഇങ്ങനെ ഇത് ചെയ്യണം, അത് കുളിക്കരുത്. പുളിവെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ അധികം വെള്ളം ആവത്തില്ലല്ലോ. പുളിവെള്ളം ഇങ്ങനെ എടുത്ത് അത് ഒഴിച്ചു കൊടുക്കാം. കൈ കൊണ്ട് ഇളക്കുന്നതിനൊന്നും പറയണ്ട. കൈയൊക്കെ കഴുകിയിട്ടാണ് പാചകത്തിന് കയറി വെക്കുന്നത്. കയ്യാ വാക്ക് മമ്മിക്ക്. അത് കാരണം കൊണ്ടാണ് കൈയൊക്കെ എടുത്ത് യൂസ് ചെയ്തേക്കുന്നത്. നമ്മളെല്ലാം സാധാരണ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനല്ലേ അല്ലേ? ഞാൻ കൈ കൊണ്ട് ചെയ്യത്തുള്ളൂ. ഉപ്പ് വരെയും കൈ കൊണ്ട് എടുക്കുന്നത്. കൈയളവാണ് അല്ലേ? എടുത്തു. വെള്ളം കൂടെ വേണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എത്ര ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഏകദേശം? പാകത്തിന്. തിളച്ച വെള്ളം ഒഴിക്കുന്നത് കേട്ടോ, തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നത്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് കൊഞ്ചിട്ട് കൊടുക്കാം അല്ലേ? അത് തിളച്ച് വരട്ടോ. അടച്ചു പെട്ടെന്ന് തിളച്ച്. പാത്രങ്ങളെല്ലാം ആണെങ്കിലേ കഴുകാൻ കിടപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണമെന്ന് കഴുകിയെടുക്കാൻ. എന്തോ ഇങ്ങനെ വാങ്ങാറാകുമ്പോൾ കുറച്ച് ഗരം മസാല ഇടണം. എന്നിട്ട് കൊഞ്ചാണെങ്കിൽ കഴുകി ഇതിൻ്റെ വെള്ളം ഊറാങ്ങി വെച്ചേക്കുക. അത്രയും വെള്ളം അതിനകത്ത് തോന്നല്ലേ?
ഞാൻ മീൻ കറി ഇങ്ങനെ വെക്കും. ഞാനും മീൻ കഴുകി വെക്കും. കൊഞ്ച് ഇട്ട് കൊടുക്കാം. ഇച്ചിരി മൂക്കണമേ. തേങ്ങയും മല്ലിപ്പൊടി. തേങ്ങ ഇച്ചിരി മുക്കാണ്ടായിരുന്നു. അതാണ് കളർ ഇങ്ങനെ ഇരിക്കുന്നത്. അതാ കളർ ഇങ്ങനെ ചെയ്യുന്നത്. അത് കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ടോ നോക്കിയാൽ മതി. ഇനി ഇത് ഇവിടെ ലോ ഫ്ലെയിമിലിടാം അല്ലേ? ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ചിട്ട് വേണമെങ്കിൽ ഇത് ലോ ഫ്ലെയിമിലിടായിരുന്നു. അപ്പം മമ്മി ഇനി ഓടാൻ പോവുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പോവേ? മൈക്കൂടെ ഒന്ന് ഊരുന്നേ. അപ്പോൾ ഞാനിനിയും പാത്രങ്ങളൊക്കെ കഴിയട്ടെ. ഞാൻ വരാം കേട്ടോ ഇടയ്ക്ക്. ഓക്കേ ഓക്കേ ഓക്കെ. ഇന്നത്തെ ഉച്ചയൂണിൻ്റെ റെസിപ്പി ഇതാണ്. നമ്മുടെ ചോറ് റെഡി. അതുപോലെ തന്നെ ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ തീയൽ കാണിച്ചു തരാവേ. ചെമ്മീൻ തീയലിനാണെന്ന് ഗ്രേവി കൂടി അടിപൊളി. ചെമ്മീൻ തീയൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് അടച്ച് വെച്ച് തവി ഇങ്ങനെ ഇരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് തവി ഞാനിങ്ങനെ വെക്കുന്നത്. ഇതെന്താണെന്നറിയാമോ? മത്തങ്ങയും പരിപ്പും കൂടെയുള്ള കറിയാണ്. മത്തങ്ങയും പരിപ്പും കൂടെയുള്ള കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇത് ക്യാബേജ് തോരനാണ്. ചോപ്പലിട്ടിങ്ങനെ അടിച്ചെടുത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇത് മീൻ കറി ഇന്നലത്തേൻ്റെ ബാലൻസ് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഭവം. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പം ഓടുന്ന മിക്കവാറും ഈ ഒരു ചെമ്മീൻ തീയലും ഈ ഒരു കറിയും മാത്രമായിരിക്കും ഇന്ന് ഓട്ടം കൂടുതൽ അല്ലേ? ഇവിടുത്തെ കാരണവർ വന്നിട്ട് നോക്കുന്നുണ്ട്. ഉടുപ്പിട്ടിട്ടില്ല, ഇങ്ങനെ കാണിക്കാം. ചെമ്മീൻ തീയൽ എങ്ങനെയാണ് നോക്കിയിട്ട് പറയില്ല. ചൂടാ കൊള്ളാവോ? അടിപൊളി. എനിക്കും ഇഷ്ടപ്പെട്ടു. കഴിക്കാം. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാമേ.